ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യ ലക്ഷ്യമിടുന്നത് ഭാരതത്തെ തന്നെയാണെന്ന് പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ KP അഹമ്മദ് മാസ്റ്റർ. ബംഗ്ലാദേശ് ന്യൂനപക്ഷ വംശഹത്യ പ്രത്യാഘാതങ്ങൾ ആഖ്യാനം നീതി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഭാരതീയ വിചാര കേന്ദ്രം കാഞ്ഞങ്ങാട് നടത്തിയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശ് വംശഹത്യയുടെ അന്തിമ ലക്ഷ്യം അവിടുത്തെ ന്യൂനപക്ഷ ഉന്മൂലനം മാത്രമല്ല, ഭാരതീയ വിരുദ്ധ താൽപ്പര്യങ്ങൾ കൂടിയാണ്. ഒരു ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ വളർച്ച അമേരിക്കയും ചൈനയും അടക്കമുള്ള നിക്ഷിപ്ത താൽപ്പര്യക്കാരെ വിളറി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അരാജകമായിട്ട് വരുന്നത് ഏറ്റവും ആദ്യം ബാധിക്കുക ഇന്ത്യയാണ്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുടെ ഏറ്റവും ചുരുങ്ങിയത് 6 സംസ്ഥാനങ്ങളിലേക്കെങ്കിലും ബംഗ്ലാദേശ് മുറിച്ചു കടന്നു പോകണം. പറയുന്നത് നമ്മുടെ ത്രിപുരയുടെ തലസ്ഥാനമാണ്. അഗർത്തലയിൽ നിന്ന് ഞാൻ ബസ് കയറിയത് കൽക്കത്തയിലേക്കാണ്. കൊൽക്കത്തയിലേക്ക് ബസ് കയറുന്ന 2 തവണ ബംഗ്ലാദേശ് മുറിച്ചു കിടക്കണം. ബംഗ്ലാദേശ് ദൂരെ മണിക്കൂറുകളോളം ബംഗ്ലാദേശിലൂടെ കടന്നിട്ട്. അതുകൊണ്ട് ഒരു ബംഗ്ലാദേശ് ഒരു അഗർത്തലയുടെ മാത്രം പ്രശ്നം, ത്രിപുരയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 6 സംസ്ഥാനങ്ങളെങ്കിലും ബംഗ്ലാദേശിന് അപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ 2024 ജനുവരിയിൽ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ കൊടുത്ത BBC കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലോകത്തിലെ ഒരു വൻകിട രാജ്യം എന്നോട് വന്ന് പറഞ്ഞു